വാഗ്ദത്തമാം നിക്ഷേപം ഞാൻ ആകെയൻ സ്വന്തമാക്കുവാൻ പൂർണ്ണപ്രകാശം രക്ഷക പൂർണ്ണവിശ്വാസത്തെയും ഉറപ്പിക്കുന്നേൻ നാഥ നിറയ്ക്കായെന്നെ ശുദ്ധാത്മാ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ യേശുവെ പോലെയാകുവാൻ യേശുവിൻ വാക്ക് കാക്കുവാൻ യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വാഗ്ദത്തമാണ് ഒരു ദൈവപൈതൽ അവകാശമാക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതാണ് പാട്ടുകാരൻ പറയുന്നത്. വാഗ്ദത്തമാകുന്ന നിക്ഷേപങ്ങൾ എല്ലാം സ്വന്തമാക്കുവാൻ പൂർണ്ണ പ്രകാശം നൽകണം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഓരോ മനുഷ്യ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. അത് മുഴുവനും ഒരു ദൈവവൈതലിൻ്റെ അവകാശമാണ്. അത് മുഴുവനും നേടിയെടുക്കുവാൻ സമർപ്പണത്തോടെ ആയിരിക്കണം. അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ തനിക്ക് ലഭിക്കുന്നതിന് ദീർഘവർഷങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കേണ്ടി വന്നു. അത് മുഴുവനും കർത്താവ് അവന് കൊടുത്തു. പൂർണ്ണമായി ലഭിക്കുന്ന ഒരു സാഹചര്യം ഇനിയും വരും. ദൈവത്തിൻ്റെ പദ്ധതികൾ അത് യുഗായുഗങ്ങളായി അനുസ്യൂതം തുടരുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെ, 15-ൻ്റെ 1 മുതൽ 7 വരെ, 17-ൻ്റെ 1 മുതൽ 8 വരെയൊക്കെ ഉള്ള ഭാഗങ്ങൾ അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദത്തത്തെ തുടർന്നുള്ള വചനങ്ങളാണ്. അതേപ്പറ്റി പറയുന്ന അനുഭവങ്ങളാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അബ്രഹാമിന് ദൈവം വാഗ്ദത്തങ്ങൾ നൽകി തന്നെ അനുഗ്രഹിക്കുന്നത് ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്നും ദൈവം വിളിച്ചത് അബ്രഹാമിനെയാണ്. അതനുസരിച്ച് അബ്രഹാം യാത്ര പുറപ്പെട്ട് ഹാരാൻ വരെ വന്നു. തൻ്റെ പിതാവായ തേരഹിൻ്റെ നേതൃത്വത്തിൽ കഴിയേണ്ടതായിട്ട് വന്നു. തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു. അങ്ങനെ അബ്രഹാം തേരയിൽ നിന്ന് വേർപെട്ടപ്പോൾ ഒരവസരമുണ്ടായ സാഹചര്യത്തിൽ ദൈവം അബ്രഹാമിനെ വീണ്ടും പ്രത്യക്ഷനായി തന്നെ അനുഗ്രഹിച്ച് വാഗ്ദത്തങ്ങളെ തനിക്ക് നൽകി. അബ്രഹാം ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച് യാത്ര തിരിച്ച് കനാനിലെത്തിയെങ്കിലും ക്ഷാമം മൂലം വീണ്ടും മിസ്രൈമിലേക്ക് പോയി. അവിടെയായിരുന്ന സമയമൊക്കെയും ദൈവവുമായി സമ്പർക്കം പുലർത്തുവാനോ
ആരാധന കഴിക്കുവാനോ സാധിക്കാതെ താൻ വലിയ പ്രതിസന്ധിയിലായിപ്പോയി. മിസ്രൈമിൽ നിന്നും മടങ്ങി വന്ന ശേഷമാണ് അബ്രഹാം യാഗം കഴിച്ച് ദൈവത്തെ ആരാധിച്ചത്. അങ്ങനെ മിസ്രൈമിൽ നിന്നും വേർതിരിഞ്ഞത് കൂടാതെ ലോത്തിൽ നിന്ന് വേർതിരിഞ്ഞപ്പോൾ ദൈവം അബ്രഹാമിന് വെളിപ്പെട്ട് അനുഗ്രഹിച്ച വീണ്ടും വാഗ്ദത്തങ്ങളെ നൽകി. ഉൽപ്പത്തി പുസ്തകം 12:1 മുതൽ 4 വരെ, 13:14 മുതൽ 17 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്കത് കാണാം. സോദോം രാജാവിൻ്റെ പക്കൽ നിന്ന് തനിക്ക് ലഭിക്കാമായിരുന്ന സമ്പത്തും പദവികളും താൻ ത്യജിച്ച് കർത്താവിലേക്ക് കൈകളെ ഉയർത്തിയപ്പോൾ കർത്താവ് തനിക്ക് വീണ്ടും വെളിപ്പെട്ട് വാഗ്ദത്തങ്ങളെ കൊടുക്കുന്നതായി ഉൽപ്പത്തി പുസ്തകം 15:1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാം. ദൈവത്തിന് സ്തോത്രം. ലോകം തരുന്ന പദവികളോ സമ്പത്തോ ത്യജിച്ച് കർത്താവിനെ മാനിക്കാൻ തീരുമാനിച്ചിട്ടുള്ളവർക്കെല്ലാം അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്ന് കർത്താവിൻ്റെ വാക്ക് 1 ശമൂവേൽ 2-ാം വാക്യത്തിൽ നമുക്ക് കാണാം. അത് അക്ഷരീകമായി അബ്രഹാമിൻ്റെ ജീവിതത്തിലും കർത്താവിന് വേണ്ടി നിലകൊണ്ട ഏതൊരു വിശുദ്ധൻ്റെ ജീവിതത്തിലും നിറവേറിയിട്ടുണ്ട്. അത് സത്യമാണ്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം വേർപെട്ട് കർത്താവിന് സ്ഥാനം കൊടുത്തപ്പോൾ കർത്താവ് അബ്രഹാമിന് വെളിപ്പെട്ട് വാഗ്ദാനം നൽകി അനുഗ്രഹിക്കുന്നതായി ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാം. 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഭയപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായിരുന്നതിന് അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. ദൈവത്തിന് സ്തോത്രം. ഭയപ്പെടേണ്ട എന്ന് തിരുവചനത്തിൽ 366 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പദം ആദ്യമായി ഉപയോഗിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലാണ്. ഭയപ്പെട്ടു പോകാമായിരുന്ന പല സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോയിട്ടില്ലേ? ആ സമയത്തെല്ലാം ദൈവം നമ്മെയും ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമും ഭയപ്പെട്ടു പോകാവുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. അപ്പോഴാണ് ദൈവം അവനോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. 365 അധികം 1 365 ദിവസങ്ങളാണല്ലോ ഒരു ദിവസം. ഒരു വർഷം ഭൂമിയിൽ 365 ദിവസം. അത് ഒരു വർഷം അതിവർഷമായത് അതുകൂടെ ചേർത്താൽ 366 പ്രാവശ്യം. 366 ദിവസം, അതിന് 366 പ്രാവശ്യം. അതിവർഷത്തിനും കൂടെ ചേർത്താണ് 366 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് ഒരു ഭക്തൻ പറഞ്ഞത് ഓർക്കുന്നു. സ്വതവേ 365 ദിവസങ്ങളാണ് ഒരു വർഷത്തിന്. എന്നാൽ 4 വർഷം കൂടുമ്പോൾ ഒരു അതിവർഷം ഉണ്ടാവും. അപ്പോൾ 366. അതിനും കൂടെ ചേർത്താണ് ദൈവവചനത്തിൽ 366 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് ഒരു ദൈവദാസൻ തൻ്റെ വചനത്തിലൂടെ പറഞ്ഞത് ഓർക്കുന്നു. അത് നമുക്ക് കൂടുതൽ ഉത്തേജനം നൽകുന്നു. ദൈവം മനുഷ്യനോട് അനുദിനം സംസാരിക്കുന്നു. ഓരോ ദിവസവും രാവിലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ, ഓരോ ദിവസവും പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം, ഈ പോരിൻ്റെ നടുവിൽ, പ്രതികൂലത്തിൻ്റെ നടുവിൽ നീ ദൈവ പൈതലേ, നീ ഭയപ്പെടേണ്ട.
ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായിട്ട് ദൈവം അബ്രഹാമിനോട് പറയുന്നത്, ഞാൻ നിൻ്റെ പരിച, ഐ ആം യുവർ ഷീൽഡ്. പഴയ കാലത്ത് വാളും കുന്തവുമായി എതിരിടുമ്പോൾ രക്ഷപ്പെടാനായി ഉപയോഗിച്ചിരുന്ന ആയുധമാണ് പരിച. യഹോവ ദാവീദിനെ സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്നും ശൗലിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ചതിനോടുള്ള ബന്ധത്തിൽ ദാവീദ് പാടിയത് 18-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങളിലും 84-11 നമുക്ക് കാണാം. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? യഹോവ എൻ്റെ പരിച എന്നാണ്. കോരപുത്രന്മാരും യഹോവ എൻ്റെ പരിചയാകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് 84-11. കണ്ടോ, അബ്രഹാമിനോട് ദൈവം പറയുന്നത്, നിനക്ക് ശത്രുക്കൾ ഒരു പ്രശ്നമാകുകയില്ല. ശത്രുവിൻ്റെ എല്ലാ തീയമ്പുകളെയും തകർക്കുവാനുള്ള ഷീൽഡ്, പരിച, ഞാൻ നിൻ്റെ പരിചയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്, അബ്രഹാമേ നീ ഭയപ്പെടേണ്ട. 365 പ്രാവശ്യവും ദൈവവേദനോട് ഉള്ള സന്ദേശമാണ്, നീ ഭയപ്പെടേണ്ട. രണ്ടാമത്, ദൈവവേദനോടുള്ള സന്ദേശം, ഞാൻ നിൻ്റെ പരിചയാകുന്നു. ദൈവം നമ്മെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവനാണ്. നാം ദൈവകരങ്ങളിൽ സുരക്ഷിതരാണെന്ന് കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ വാക്കുകൾ കാണാവുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. 10-ാം അധ്യായത്തിൻ്റെ 28, ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മെ ഒരിടയനെ പോലെ സംരക്ഷിക്കുന്നു എന്നാണ് നാം ആ ഭാഗത്ത് കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം കർത്താവിൻ്റെ ആടുകളാണ്, അവൻ്റെ കൈക്കിലെ ആടുകളാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മുടെ പരിചയമാണ്. ദൈവത്തിന് സ്തോത്രം. ആടുകൾ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ടു പോകാതെ ഒരു പരിചയമായി, ഒരു സങ്കേതമായി ഇടയൻ നിൽക്കുന്നു. ഇവിടെയും കർത്താവ് അതാണ് ഓർപ്പിക്കുന്നത്. നാം കർത്താവിൻ്റെ കരങ്ങളിൽ അമർന്നിരുന്നാൽ മതി, അവനോട് ചേർന്നിരുന്നാൽ മതി. ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായിട്ട് ഈ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം അബ്രഹാമിനോട് പറയുന്നത്, ഞാൻ നിൻ്റെ മഹത്തായ പ്രതിഫലം, ഞാൻ നിൻ്റെ, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം, നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ അനുസരിച്ച് പൂർണ്ണമായി വേർപിരിഞ്ഞ് അവന് വേണ്ടി നിലകൊണ്ടാൽ ദൈവം പറഞ്ഞത് എന്താണ്? ദൈവത്തിന് സ്തോത്രം. ഞാൻ തന്നെ നിൻ്റെ അതിമഹത്തായ പ്രതിഫലമെന്നാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം എന്താണ്? അബ്രഹാം ദൈവത്തെ പൂർണ്ണമായി പിൻപറ്റി അവനു വേണ്ടി പൂർണ്ണമായി നിലകൊണ്ടു. അതുകൊണ്ട് ഞാൻ തന്നെ നിൻ്റെ അതിമഹത്തായ പ്രതിഫലം. അതിമഹത്തായ പ്രതിഫലത്തെപ്പറ്റി ദൈവം പറഞ്ഞപ്പോൾ അബ്രഹാം ചോദിക്കുന്നത് എന്താണ്? അത് നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ടനുസരിച്ച് ഇത്രത്തോളം നടന്ന അബ്രഹാം ഒരിടത്തുപോലും ദൈവത്തെ സംശയിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല.
ഇവിടെ ആദ്യമായി ചോദിക്കുന്ന ചോദ്യമാണിത്: നിന്റെ വാഗ്ദാനം എന്നിൽ എങ്ങനെയാണ് നിറവേറുവാൻ പോകുന്നത് എന്നതാണ് അബ്രഹാമിൻ്റെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനം. നീ എൻ്റെ പ്രതിഫലമാണല്ലോ. എന്നെ ഏറ്റവും അലട്ടുന്ന വിഷയം ഇതാണ്. എനിക്ക് ഒരു മക്കളില്ലല്ലോ. ഞാൻ തലമുറയില്ലാത്തവനായി ഭാരപ്പെടുന്നു. എന്നെ നീ എങ്ങനെയാണ് പരിചയമായി സംരക്ഷിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. അബ്രഹാം ഇതുവരെ മിണ്ടിയില്ല, ദൈവത്തെ സംശയിച്ചിട്ടില്ല, ചോദ്യം ചെയ്തില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനം വീണ്ടും ഉറപ്പിച്ച് പറഞ്ഞപ്പോഴാണ് ചോദിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവപൈതലെ, കർത്താവിൻ്റെ കരങ്ങളിൽ നീ താണിരുന്ന് അവൻ്റെ വാഗ്ദാനത്തെപ്പറ്റി അവനോട് ചോദിക്കണം. കർത്താവേ, എൻ്റെ ഇന്ന വിഷയത്തിന് പരിഹാരം വന്നിട്ടില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് ചോദിക്കാം. അതിനുള്ള അവകാശം നമുക്കുണ്ട്. കാരണം വീണ്ടും വീണ്ടും അവൻ നമ്മോട് പറയുന്നു, ഓരോ ദിവസവും ആവശ്യം ഭൗതികമായിട്ടുള്ളതാണെങ്കിൽ അത് നിവൃത്തിയാവുന്നിടം വരെയും നമുക്ക് ദൈവത്തോട് ചോദിക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഇന്ന് രാവിലെ നീ ഭയപ്പെടേണ്ട എന്ന് നിൻ്റെ വചനത്തിലൂടെ പറഞ്ഞല്ലോ. നിൻ്റെ വാഗ്ദാനം എൻ്റെ ഇന്ന വിഷയത്തിൽ ഇനിയുമുണ്ട്. ഞാൻ നിന്നെ സംശയിക്കുന്നില്ല. നീ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, അത് നിവൃത്തിയാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അതേറ്റു പറഞ്ഞ് വീണ്ടും പ്രാർത്ഥിക്കണം. നിൻ്റെ വാഗ്ദാനം എന്നിൽ എങ്ങനെയാണ് നിറവേറുവാൻ പോകുന്നത് എന്നതാണ് അബ്രഹാമിൻ്റെ അന്വേഷണത്തിൻ്റെ താല്പര്യം. ദൈവത്തിന് സ്തോത്രം. പ്രതികൂലങ്ങളുടെ നടുവിൽ നിരാശരായി പോകുവാനല്ല, വാഗ്ദത്തം നിവർത്തി വരുന്നതിന് താമസിക്കുന്നു എന്ന് കണ്ട് ക്ഷീണിച്ച് പോകുവാനല്ല. ദൈവത്തിന് സ്തോത്രം. 15-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ: അവൻ നിൻ്റെ അവകാശിയാകയില്ല, നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിൻ്റെ അവകാശിയാകും എന്ന് അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. ദൈവത്തിന് സ്തോത്രം. അത് ദൈവം വീണ്ടും ഉറപ്പിച്ച് പറയുക. ദൈവിക വാഗ്ദത്തം അരുളപ്പാടാണ്. വാഗ്ദത്തത്തിൻ്റെ അടിസ്ഥാനം യഹോവയുടെ അരുളപ്പാടാണ്. 4-ാം വാക്യം: നമ്മുടെ വാഗ്ദാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനമാണ്. ദൈവിക വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനം ദൈവവചനമാണ്. ദൈവത്തിന് സ്തോത്രം. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ എണ്ണത്തിൽ അധികം. അതാണ് വാഗ്ദത്തത്തിൻ്റെ ഉള്ളടക്കം. എന്താണ് വാഗ്ദത്തത്തിൻ്റെ ഉള്ളടക്കം? നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവർ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ എണ്ണത്തിൽ അധികം. ദൈവത്തിന് എല്ലാ വാഗ്ദത്തങ്ങളിലും നിന്റെ സന്തതി എന്നാവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. 13-15-16 ദൈവം തനിക്ക് മകനെ കൊടുക്കുമെന്ന് മുന്നമേ അറിഞ്ഞതിനാലാണ് ദൈവം അങ്ങനെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിനറിയാം തൻ്റെ തലമുറ ആകാശത്തിലെ മൺതിരി പോലെ ആയിരിക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അവൻ്റെ അരുളപ്പാടുകളാണ്. ദൈവത്തിന് സ്തോത്രം. 15-8-18 വരെ ദൈവിക ഉടമ്പടി നമുക്ക് കാണുവാൻ സാധിക്കും. ഉടമ്പടി ഒരു വ്യവസ്ഥയും കൂടാതെ ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യുന്നതായി നാം കാണുന്നു. ഉടമ്പടി ചെയ്യുന്നതിന് മുൻപേ നീ സമാധാനത്തോടെ നിൻ്റെ പിതാക്കന്മാരോട് ചേരും,
നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും എന്ന് ഓർപ്പിക്കുന്നു. ദീർഘായുസ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. തൻ്റെ ജീവിതം സമാധാനപരമായിരിക്കും എന്ന് ഓർപ്പിച്ചിരിക്കുന്നു. അബ്രഹാമിനോട് നിയമം ചെയ്ത് പറഞ്ഞത്, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാനായിട്ടാണ് നിന്നെ കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്നും കൊണ്ടുവന്നത്. നിന്റെ സന്തതിക്ക് മിസ്രയീം തുടങ്ങി ഫ്രാത്ത് നദി വരെയുള്ള ദേശത്തെ ഞാൻ തന്നിരിക്കുന്നു. ഇതിനു മുമ്പ് കൊടുത്തിട്ടുള്ള വാഗ്ദത്തങ്ങളിലും അനുഗ്രഹങ്ങളിലും ഒരു ദേശവും സന്തതിയും ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതിവിടെ തന്നോട് ഒന്നുകൂടെ ഓർപ്പിച്ച് ഉറപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചതൊക്കെയും അബ്രഹാം വിശ്വസിച്ചു. അതവന് നീതിയായി കണക്കിട്ടു. ദൈവത്തിന് സ്തോത്രം എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടിരിക്കുന്നു. കൂടാതെ പൗലോസും യാക്കോബും തങ്ങളുടെ ലേഖനങ്ങളിൽ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, ഗലാത്യർ 3:6, യാക്കോബിൻ്റെ ലേഖനം 3:23. യാക്കോബ് അബ്രഹാം നീതീകരിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേർ പ്രാപിച്ചുവെന്നും പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഒരാൾ ദൈവസ്ഥനിൽ നീതീകരിക്കപ്പെട്ടാൽ എന്തായിത്തീരും? അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന ബന്ധത്തിലേക്കും ഉയർത്തപ്പെടും എന്ന് സത്യം യാക്കോബ് വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം അബ്രഹാമിനോട് എന്തെല്ലാം കൽപ്പിച്ചോ അതെല്ലാം അബ്രഹാം പൂർണ്ണമായി വിശ്വസിച്ചു. ദൈവം എന്തു പറഞ്ഞു അത് മുഴുവനും സംഭവിച്ചതായിട്ട് തന്നെ അബ്രഹാം വിശ്വസിച്ചു. അതാണ്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേർ പ്രാപിച്ചു. അതെന്താണ്? അവൻ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങൾ നാം കണ്ടാൽ വിശ്വസിക്കും എന്ന ഭാവത്തിലാണ്. പക്ഷെ അങ്ങനെയല്ല അബ്രഹാം. അവൻ ദൈവത്തിൽ വിശ്വസിച്ചു, അവനത് നീതിയായി കണക്കിട്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവപൈതലെ, കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ ഉവ്വ് എന്ന് തന്നെയാണ്. അതെത്ര ഉണ്ടെങ്കിലും അത് ഏറ്റുപറഞ്ഞ് അതിൽ വിശ്വസിച്ച് അതിൽ കരം വെച്ച് പൂർണ്ണമായി കരങ്ങളെ ഉയർത്തി ഒരു കൈ വാഗ്ദത്തിൻ്റെ മേൽ വെച്ച് മറുകൈ സ്വർഗത്തിലേക്ക് ഉയർത്തി, കർത്താവേ, നിൻ്റെ വാഗ്ദത്തം ഇങ്ങനെയാണ്, ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ പിതാക്കന്മാർക്ക് നീ വാഗ്ദത്തങ്ങളെ നൽകി, അവരുടെ തലമുറ അത് അനുഗ്രഹകരമായി അനുഭവിച്ചു ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞത് ഏറ്റു പറയണം. ഉവ്വ് എന്ന് പറയണം. സംശയിക്കാതെ പൂർണ്ണമായി കർത്താവിനോട് പറ്റി നിന്ന് കർത്താവിങ്കിൽ നിന്ന് അത് അനുഭവമാക്കാം. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകയില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകയില്ല. വാനവും ഭൂമിയും മാറിയിടിലും വചനങ്ങൾക്കൊരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയിടിലും വചനങ്ങൾക്കൊരു
ഒരു മാറ്റമില്ല, നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. പരിശുദ്ധ പിതാവേ, അവിടുത്തെ വാഗ്ദത്തങ്ങൾ അടിയങ്ങളുടെ അനുഭവമാക്കുവാൻ, അത് സ്വന്തമാക്കുവാൻ കൃപ ചെയ്യണം. നിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ് എന്ന് തന്നെയാണ്. അത് ഏറ്റുപറഞ്ഞ ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കുവാൻ, അനുഭവസ്ഥമാക്കുവാൻ അബ്രഹാമിനെ പോലെ, ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ കൃപ ചെയ്യണമേ. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ വചനങ്ങളെ ഏറ്റെടുക്കുന്നു. അവിടുത്തെ എല്ലാ നന്മകൾക്കായും സ്തോത്രം. നിൻ്റെ സന്നിധിയിൽ തലകളെ വണക്കിയിരിക്കുന്ന നിൻ്റെ മക്കളെല്ലാം അനുഗ്രഹിക്കണം. വിവിധ ഭാരത്താൽ, പ്രയാസത്താൽ മനസ്സ് കലങ്ങിയിരിക്കുന്ന നിൻ്റെ മക്കളുണ്ട്. ഇന്ന് പകൽക്കാലം നിൻ്റെ വാഗ്ദത്തം നിൻ്റെ മക്കളെ ചൂണ്ടിക്കാണിച്ചല്ലോ. അത് ഏറ്റെടുത്ത് അവകാശത്തോടെ ഉവ്വ് എന്ന് പറയുവാൻ, എൻ്റെ അവകാശമെന്ന് പറയുവാൻ കൃപ ചെയ്താട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവകൃപ പ്രഭാതത്തിൽ ചൊരിഞ്ഞാട്ടെ. ശക്തിപ്പെടുത്തണം. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നന്മയുടെ വഴികളെ തുറന്നു നൽകണം. ശാരീരികമായ ക്ഷീണം അനുഭവിക്കുന്നവർക്ക് ആരോഗ്യവും രോഗസൗഖ്യവും വിടുതലും നൽകണം. മനസ്സിനെ അലട്ടുന്ന ഭാരങ്ങളിലായിരിക്കുന്നവർക്ക് സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനവും ആശ്വാസവും പകരണം. അവിടുന്ന് അങ്ങനെ ചെയ്തല്ലോ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ.